അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഖാക്കൾക്ക് ലാൽസലാം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ വരുന്ന ഈ ലൈവ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മുടെ കേരളത്തിലും SIR നടപ്പിൽ വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി തന്നെ തീരുമാനിക്കുകയും അതിൻ്റെ തുടർ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആശങ്കകൾ എന്നെപ്പോലെയുള്ള പൂർണ്ണമായിട്ടും വിവരമില്ലാത്ത ആൾ എന്ന് തന്നെ പറയാം, കൂടുതൽ വിവരമുള്ള ഒരാളൊന്നല്ല, പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഒരുവിധം ആശങ്കകൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മറുപടികൾ നൽകിയിട്ടുണ്ട്, വിശദമാക്കിയിട്ടുണ്ട് എന്ന് അറിയാനും സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ന്യൂനപക്ഷ സംഘടനകളിൽപ്പെട്ട സമുദായ അംഗങ്ങളിൽപ്പെട്ടവരോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന VLOമാർ 100% നിഷ്പക്ഷമാകും എന്ന് വിശ്വസിക്കാം. അഥവാ അതിലേതെങ്കിലും ഒരാൾ വർഗീയപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പലരുടെയും വോട്ടുകൾ അപ്രത്യക്ഷമാവാൻ സാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ബീഹാറിലാവട്ടെ മറ്റു പല സ്ഥലങ്ങളിലും പ്രയാസങ്ങളും വോട്ട് ചോരി മറ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് അതീവ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മുടെ വീടുകളിലുള്ള ഓരോ വോട്ടുകളും അതിൽ വന്നിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വിശ്രമിക്കാവൂ എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും മുസ്ലിം ലീഗ് ആയാലും അതുപോലെ തന്നെ CPIക്കാരായാലും കേരള കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും അവരുടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ പിന്നിൽ നിങ്ങളുണ്ടാവണം. ഒരു പക്ഷേ വർഗീയമായി ചിന്തിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഈ രാജ്യത്ത് മരിക്കണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യയിലെ പൗരന്മാരുടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാത്ത രൂപത്തിലൂടെ അതിൽ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും ഈ പട്ടിണി കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഓരോരോ കാര്യങ്ങൾ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് നമുക്കൊക്കെ പണി ഉണ്ടാക്കി തരികയാണ്. ഒരു പ്രതിഫലവും ഇല്ലാത്ത പണിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ പേപ്പറുകൾ റെഡിയാക്കണം, എന്തെങ്കിലും ഒരു പേപ്പർ വേണം, 12 or 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി, മറ്റത് മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ ഏത് രൂപത്തിലാകും എന്നുള്ളത് നമ്മുടെ വീടുകളിലെത്തുന്ന VLOമാരുടെ കൈകളിൽ നിശ്ചിതമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ള, അതിൻ്റെ പിന്നിൽ വളരെ ശക്തമായി നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്ന് ഓരോ VLOമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ ഭാഗത്തൊക്കെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ VLO ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് ഏതെങ്കിലും ഭാഗത്തിന് ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഇന്ന് പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു, ഇന്ന് VLOമാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തുടക്കം കുറിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഏതായാലും എൻ്റെ ഒരു ഭാഗത്ത് ആൾ വന്നിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട് എന്നും എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ ഭാഗത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത്, അത് വളരെയധികം ശ്രദ്ധിക്കുകയും കരുതിക്കൂട്ടി നിങ്ങളെ ഒഴിവാക്കാൻ എവിടെയെങ്കിലും ശ്രമം നടക്കുന്നുവെങ്കിൽ അത് ഉടനടി രേഖപ്പെടുത്തുകയും അതിൻ്റെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടോ സാമൂഹിക നേതാക്കളുമായിട്ടോ പ്രവർത്തകന്മാരുമായിട്ടൊക്കെ പങ്കുവെക്കാനും നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ പ്രിയപ്പെട്ട പൊതുജനങ്ങളോട് പറയാനുള്ളത്, സാധാരണ ഒരു പഞ്ചായത്ത് ഇലക്ഷന്, ജില്ലാ നിയമസഭ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വോട്ടുകൾ ചേർത്താനും നിങ്ങളെ ചേർത്തിക്കാനും തള്ളാനും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മുൻപന്തിയിലുണ്ടാവും. ഇതിന് ഒരു പക്ഷേ എല്ലാവരും മുൻപന്തിയിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ വോട്ട് അവകാശം വെറും വോട്ട് ചെയ്യുന്ന ഒരു രേഖയായി മാത്രം നിങ്ങൾ കാണേണ്ടതില്ല.
ഇന്ത്യ രാജ്യത്ത് ഇനി എങ്ങനെയൊക്കെ സംഖ്യകൾ എതിർത്താലും ഇന്ത്യ രാജ്യത്ത് പൗരത്വം തെളിയിക്കാനുള്ള നല്ല ഒരു നമ്പർ 1 സ്ഥാനം തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള അവകാശം എന്നുള്ളത്. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. അത് പുറത്തു നിന്നുള്ള ഒരു പൗരനുള്ളതല്ല. ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ പൗരത്വമുള്ളവർക്കുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പൗരത്വമുള്ള ആളുകൾക്കുള്ള ആ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ വളരെ മർമ്മപ്രധാനമായ ഒരു രേഖ തന്നെയാണത്. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ രാഷ്ട്രീയം നിങ്ങൾ നോക്കേ വേണ്ട. ഒരു പാർട്ടിക്കാരെയും നിങ്ങൾ കുറ്റം പറയാനോ മറ്റൊന്നും നമ്മൾ നിൽക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വോട്ടവകാശം ഉണ്ടാവണം എന്നുള്ളത് മാത്രമല്ല, ഓരോരുത്തരും ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. പിന്നെ തമിഴ്നാട്ടിൽ ഉള്ള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേസ് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഏതായാലും പ്രിയപ്പെട്ട തമിഴ്നാട് മുതൽ அமைச்சർ അണ്ണൻ സ്റ്റാലിൻ അവറുകളെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. നിങ്ങൾ ഈ സംഘി സർക്കാരിനോട് കാണിക്കുന്ന ഈ ഒരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കാം. മറ്റു പല മേഖലകളിലും പല വലിയ പാർട്ടികളും ചെറിയ പാർട്ടികളും ഒക്കെ ഭരിക്കുന്നുണ്ട്. അവരൊക്കെ പുച്ഛമടക്കി വെച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന് പറയുമ്പം എൻ്റെ ഒരു അയൽ സംസ്ഥാനത്ത് തമിഴ്നാട് എന്ന് പറയുന്ന ആ സംസ്ഥാനത്തിനോട് അതിൽ ചാരി നിൽക്കുന്ന ഒരു ജില്ലയിൽ ജന്മം കൊണ്ടതിൽ കൂടി ഞാൻ അഭിമാനിക്കുകയാണ്. അതിനർത്ഥം ഇന്ത്യ രാജ്യത്ത് ജന്മം കൊണ്ടതിലും അഭിമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രിയപ്പെട്ട സ്റ്റാലിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ചർച്ചയുടെ കൂട്ടത്തിലേക്ക് വെക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, കോട്ടയത്താണോ കൊല്ലത്താണോ അറിയില്ല, കാഞ്ഞിരപ്പള്ളി അല്ലേ, കാഞ്ഞിരപ്പള്ളിയിൽ ഒരു RSSകാരൻ മറ്റൊരു RSSകാരനായ ആ സഹപ്രവർത്തകനെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ച് അതിൻ്റെ വിഷമത്താൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ, അതായത് ആഴ്ചകളോളം ആവുന്നു. ഈ നിമിഷം വരെ ആ പ്രതിയെ പോലീസ് പിടിച്ചിട്ടില്ല. ആ സ്റ്റേഷനിൽ നിന്ന് മറ്റേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ റിക്കവർ ചെയ്തു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അയച്ചു എന്നൊക്കെ പറഞ്ഞ് കേരളം ഭരിക്കുന്ന കേരളത്തിലെ നെറികെട്ട പോലീസുകാർ, ഒരു റുപ്യക്കില്ലാത്ത ഇത്തരക്കാരായ പോലീസുകാരോട്, ഇവരെ നിയന്ത്രിക്കുന്ന ഭരണക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അല്പമെങ്കിലും മാനാഭിമാനമുണ്ടെങ്കിൽ പോലീസ് അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യുക നിങ്ങൾ. കാരണം ഈ ജനങ്ങൾ ഇതൊക്കെ വീക്ഷിക്കുകയാണ്. ജനങ്ങൾ കഴുതകളല്ല, ഞങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞങ്ങൾ വായിക്കുന്നവരാണ്, ഞങ്ങൾ വാർത്ത കാണുന്നവരാണ്, സോഷ്യൽ മീഡിയയിൽ കാണുന്നവരാണ്. ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലുള്ള ജനങ്ങളിൽ 80% ഇന്ന് ഒരു വാട്സപ്പ് എങ്കിലും ഇല്ലാത്ത ആളുകളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ താല്പര്യപൂർവ്വം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം അതാണ്. പിന്നെ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു സഖാവുണ്ട്. അല്പമെങ്കിലും തലമണ്ടക്കകത്ത് തലച്ചോറാണെങ്കിൽ അയാളിത് പറയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംഘീയ കുറ്റം പറഞ്ഞാലും തനി ലോക്കൽ സഖാവാണ് അയാൾ. ഒരു ഉറുപ്പ്യക്കില്ലാത്ത ഒരു സാധനം ഇപ്പോൾ വന്ന് പറയാണ് പോടാ ചങ്ങാതി എന്ന്. എടാ പോർക്കെ എന്ന് ഞാൻ പറയണം, പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ഞാനത് വിളിക്കുന്നില്ല. സഹോദര, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ന്യൂനപക്ഷങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നീ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞതെന്താ, പോടാ ചങ്ങാതി അവിടുന്ന് എന്ന്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നവൻ ആളെ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ ചിരി സ്നേഹത്തിൻ്റെ ചിരിയാണ് എന്ന് പോലും അറിവില്ലാത്ത ഒരു നികൃഷ്ടൻ എന്ന് വേണമെങ്കിൽ നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ നിങ്ങളെ പറയാൻ സാധിക്കും. എന്താണോ നന്നാവാത്തത്? അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? നമ്മുടെ തല കൊണ്ടുപോയി AKG സെൻറ്ററിൻ്റെ കീഴിൽ പണയപ്പെടുത്തരുത്. അല്പം ബുദ്ധി മനുഷ്യന് തന്നിട്ടുണ്ട്. അത് ആലോചിക്കാനാണ്, ചിന്തിക്കാനാണ്. ഞാൻ ഏതെങ്കിലും കുണ്ടിൽ പോയി ചാടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം
ബുദ്ധിയുള്ള ഒരാളോട് പറഞ്ഞാൽ നമുക്ക് കൂടി അത് പ്രയോജനം വരും. മണ്ടനും തിരുമണ്ടനുമായ ചില സഖാക്കന്മാരോട് സംവദിച്ചാൽ അതിൽ ഈ സംവദിക്കുന്ന ഞാനായിരിക്കും ഏറ്റവും വലിയ മണ്ടൻ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ളൊരു ബുദ്ധിയെങ്കിലും എനിക്കും വേണമല്ലോ. അപ്പോൾ ഏതായാലും ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ കരീം നീലാഞ്ചേരി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങളോടൊക്കെ നജ്മ നിസാർ വന്നിട്ടുണ്ട്, ആയിക്കോട്ടെ. ഇപ്പം എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഇത് ഗൗരവത്തിലെടുക്കുക. നമ്മൾ ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരുടെയും കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് ജാതി തിരിച്ചു, മതം തിരിച്ചു, മറ്റത് തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രോസിക്യൂട്ട് ചെയ്യൊന്നും വേണ്ട. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും നിലവിൽ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉണ്ടാവണം. അവർക്ക് ID നൽകണം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ VLOമാർ വന്നാൽ ചിലപ്പം വീട്ടിലാരെങ്കിലും ഇല്ലെങ്കിൽ അവരൊക്കെ മൈൻഡ് ചെയ്ത് അവരെ കിട്ടുന്നത് വരെ അന്വേഷിക്കണം. അന്വേഷിച്ച് കിട്ടിയേ പറ്റൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തൽക്കാലം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ലൈവ് അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.